എൻ്റെ ലൈഫിൽ ഞാൻ കൊണ്ടുവന്ന കുറച്ച് പോസിറ്റീവ് തോട്ട്സ്, ചേഞ്ചസ്, ഹാബിറ്റ്സ് അതെനിക്ക് ഉണ്ടാക്കി തന്ന കുറേ പോസിറ്റീവ് ചേഞ്ചസ്, അച്ചീവ്മെൻറ്റ്സ് അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യണം ഞാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്കെഡ്യൂളും സമയമില്ലായ്മയും കാരണം ഇങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞ് വെച്ച് നടക്കുന്നതേ ഇല്ല. അവസാനം ഞാൻ തീരുമാനിച്ചു കിട്ടുന്ന സമയത്ത് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ലൈഫിലൊരു സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എന്നെപ്പോലൊരു തോൽവി ദൈവമേ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല, അത്രയും വലിയ തോൽവിയാണ് ഞാനെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഡ്രീംസും ആംബിഷൻസും ഒക്കെ ഉണ്ടായിരുന്നിട്ട് നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒക്കെ അത് സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ. മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പം ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പലതും വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് ഒരു സമയത്ത് നമ്മളിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ നമ്മൾ എന്താ നേടി ഇത്രയും കാലം, ഒരു ഒരു വട്ടപൂജയാണോ, നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണോ, അതോ നമ്മുടെ എന്തുകൊണ്ടാണ് എനിക്കൊന്നും നേടാൻ പറ്റാതെ പോയി, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ, എൻ്റെ വിധിയാണോ ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന ഒരു സമയം. അങ്ങനത്തെ ഒരു സമയത്തിലൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇത് തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫുള്ളും നെഗറ്റീവ്. ഞാൻ അത്രയും എന്നെക്കുറിച്ച് തന്നെ ഞാൻ വേറെ ആർക്കും എന്നെ ഇത്രയും ലോ ആയിട്ട് കാണാൻ പറ്റില്ല. ആ രീതിക്ക് ഞാൻ എന്നെക്കുറിച്ച് ലോ ആയിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു ഹാപ്പിനെസ്, ഒരു മൈൻഡ്ഫുൾനെസ്, ഈ ഒരു സ്റ്റേജിലോട്ട് ഞാൻ ആ ഒരു മാറ്റം കൊണ്ടുവന്നത് എൻ്റെ കുറേ ഹാബിറ്റ്സും ഞാൻ എൻ്റെ ലൈഫിൽ വരുത്തിയ കുറേ ചേഞ്ചസൊക്കെ കാരണമാണ് കേട്ടോ. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ തോട്ട്സിൽ വരുത്തിയ ചേഞ്ചസ് തന്നെയാണ് അതിന് കാരണം. ആ ഒരു എൻ്റെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു ഭയങ്കര ഏറ്റവും ലോ സ്റ്റേജിൽ നിന്ന് ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ ഒരു ഹാപ്പി ഫേസിലേക്ക് എത്തിയ എൻ്റെ ഒരു ലൈഫ് ജേർണി അതാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോഴേ എൻ്റെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറി ഒന്ന് കേട്ടാലോ?